ഇത് എമ്പുരാൻ എഫക്റ്റ് ഒന്നുമല്ല, നേരത്തെ ഞങ്ങൾ നോട്ടമിട്ടത് തന്നെയാണ്. ഇപ്പോൾ ഗോകുലം ഗോപാലിന് ശേഷം, പൃഥ്വിരാജിന് ശേഷം ആന്റണി പെരുമ്പാവൂരിനെയും ഇൻകം ടാക്സ് തൂക്കിയിരിക്കുകയാണ്. ഗോകുലം ഗോപാലിന് ED റെയ്ഡായിരുന്നു 2 ദിവസം മുമ്പ് നടത്തിയിരുന്നത്. അതിനുശേഷം ഇന്നലെ പൃഥ്വിരാജിന് ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചു. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിനെതിരെയും ഇൻകം ടാക്സ് നോട്ടമിട്ടിരിക്കുകയാണ്. ആന്റണി പെരുമ്പാവൂർ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത് കഴിഞ്ഞ മാസമാണ്. ഈ മാസം അവസാനത്തോടെ ഇതിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ്. ലൂസിഫർ, കുഞ്ഞാലി മരക്കാർ എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണം എന്നാണ് ഇപ്പോൾ IT വിഭാഗം ചോദിച്ചിരിക്കുന്നത്. ഓവർസീസ് ഇടപാട് ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങളിലും വ്യക്തത വരുത്തണം. 2022 ദുബായിൽ വെച്ച് മോഹൻലാലിന് നൽകിയ 2.5 കോടി രൂപയുടെ കാര്യത്തിലും വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് ഈ നോട്ടീസ് നൽകിയത് എങ്കിലും ഇതുവരെ അതിന് തികച്ചുമായിട്ടുള്ള വിശദീകരണം ആന്റണി നൽകിയിട്ടില്ല. ഈ മാസം അവസാനം വരെ അതിന് ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ അതിന്റെ കൃത്യതയുള്ള വിവരണം അല്ലെങ്കിൽ വിശദീകരണം നൽകണം എന്നുള്ളതാണ് IT വിഭാഗം പറഞ്ഞിരിക്കുന്നത്. ഇത് എമ്പുരാൻ എഫക്റ്റ് അല്ല എന്നും ഉള്ളത് കൂടി IT വിഭാഗം പറയുന്നുണ്ട്. ഓവർസീസ് റൈറ്റ്, താരങ്ങൾക്ക് നൽകിയ പ്രതിഫലം എന്നീ കാര്യങ്ങളിലാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. 2019-2022 സിനിമാ ചിത്രീകരണവുമായിട്ടുള്ള ബന്ധപ്പെട്ട അതായത് 2019-2022 ആശീർവാദ് സിനിമയുമായി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സിനിമകൾ, അതുമായിട്ടുള്ള വിശദീകരണമാണ്. ഇപ്പോൾ എമ്പുരാൻ എഫക്റ്റ് അല്ല എന്നുള്ളത് കൃത്യമാണ്. കാരണം എമ്പുരാൻ സിനിമയുടെ ഭാഗമായിട്ടുള്ള റെയ്ഡോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ചോദ്യം ചെയ്യലോ ഒന്നുമല്ല. 2019-2022 കാലത്തിലുള്ളതാണ്. അപ്പൊ 2022 ഇത് പരിശോധിച്ചത്. അന്ന് IT അന്വേഷണ വിഭാഗം പരിശോധിച്ചതിന് ശേഷം അസസ്മെന്റ് വിഭാഗമാണ് ഇപ്പോൾ ആ ഒരു പരിശോധന പൂർണ്ണമാക്കിയിട്ട് ഈ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിന്റെ വിശദീകരണമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ 2022 കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കളുടെ പല വീടുകളിലും ഇത്തരത്തിലുള്ള ഇൻകം ടാക്സ് റെയ്ഡുകളും പലതും അന്ന് ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് വിശദീകരണം തേടിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിൽ ആശീർവാദ് ഫിലിംസ്, ആന്റോ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള സിനിമാ നിർമ്മാണ കമ്പനി, പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള സിനിമാ നിർമ്മാണ കമ്പനി, അതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള സിനിമാ നിർമ്മാണ കമ്പനി എന്നിവിടങ്ങളിലായിരുന്നു അന്ന് പ്രധാനമായും പരിശോധനകൾ നടത്തിയിരുന്നത്. അതിന്റെ തുടർഭാഗം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിനോടും പൃഥ്വിരാജിനോടും വിശദീകരണം തേടിയിരുന്നത്. പൃഥ്വിരാജിന്റെ 3 സിനിമകൾ കടുവ, ഗോൾഡ്, അതുപോലെ തന്നെ ജനഗണമന എന്നീ 3 സിനിമകളുടെ പേരിലുള്ള ഇന്നലത്തെ ആ ഒരു വാർത്തയിൽ വന്നിരിക്കുന്നത് ആ 3 സിനിമകളിൽ അഭിനേതാവ് എന്നതിൽ പരം സഹനിർമ്മാതാവ് എന്നുള്ള പേരിലാണ് 40 കോടി രൂപ പൃഥ്വിരാജ് കൈപ്പറ്റിയിരുന്നത്. അത് എങ്ങനെയാണ്, അത് എന്തിനാണ് എന്നുള്ള വിശദീകരണമാണ് തേടിയിരുന്നത്. അവിടെ ഒരു സംശയം ഉദിക്കുന്നുണ്ട്. കാരണം ഒരു അഭിനേതാവിന് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ ടാക്സ് വളരെ കൂടുതലും ഒരു സഹനിർമ്മാതാവ് അടയ്ക്കേണ്ടുന്ന ടാക്സ് കുറവുമാണ്. അപ്പൊ അത്തരത്തിൽ സഹനിർമ്മാതാവ് എന്നുള്ള പേരിൽ 40 കോടി രൂപയുടെ ഒരു പണം ഇടപാടുകളാണ് പൃഥ്വിരാജ് ഇന്നലെ നടത്തിയിരുന്നത്. മാത്രമല്ല പൃഥ്വിരാജിന്റെ കമ്പനിയുടെ പേരിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളിൽ ആദായ നികുതി വകുപ്പ് അന്വേഷണം ചുമത്തിയിരുന്നു. അപ്പൊ അതിന്റെ വിശദീകരണം തേടിയിരുന്നു. 2 ദിവസം മുമ്പ് ഗോകുലം ചിട്ടി ഫണ്ടിന് നേരെ ED റെയ്ഡ് നടത്തിയിരുന്നു. അവിടുന്ന് കുറെ രേഖകളും ഫണ്ടിങ് ട്രാൻസാക്ഷനുള്ള ഡീറ്റെയിൽസും കിട്ടിയിരുന്നു. അപ്പൊ എല്ലാവർക്കും പൊതുവെ ഒരു സംശയം തോന്നും, ഇത് ഒരു എമ്പുരാൻ എഫക്റ്റ് ആണോ എന്നുള്ളത്. എമ്പുരാൻ എഫക്റ്റ് അല്ല. നമുക്കറിയാം മാർച്ച് ഏപ്രിൽ മാസത്തില് സാധാരണ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾ ഇത്തരത്തിലുള്ള വ്യവസായികളെ ഫണ്ടിങ് ട്രാൻസാക്ഷൻ നടത്തുന്നവരെയൊക്കെ ചോദ്യം ചെയ്യലും ഒക്കെ സ്വാഭാവികമാണ്. ഒരു എമ്പുരാൻ എഫക്റ്റ് അല്ല. മാത്രമല്ല കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ അവർ വിശദീകരണം തേടിയിരുന്നത്. 2022 ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. ഇനി ഗോകുലം ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ഇത് നേരത്തെ ED ഇത് നോട്ടമിട്ടിരുന്നു. കാരണം പലവിധ ട്രാൻസാക്ഷൻ, വിദേശ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള ചിട്ടി ഇടപാടുകൾ അനധികൃതമായിട്ടുള്ള രീതിയിൽ നടക്കുന്നു എന്നുള്ള, RBIക്ക് അനുസൃതമല്ലാത്ത രീതിയിൽ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി EDക്ക് കിട്ടിയതിന് ശേഷമാണ് അത്തരത്തിലുള്ള റെയ്ഡ് അവരുടെ 3 സ്ഥാപനങ്ങളിൽ നടക്കുകയും ഇന്നലെ വെറുതെ റെയ്ഡ് നടന്നതല്ലല്ലോ. അപ്പൊ അത്തരത്തിൽ റെയ്ഡ് നടന്നപ്പോൾ തന്നെ അവർക്ക് കിട്ടിയിരുന്നു 1.5 കോടി രൂപ. അവർക്ക് ഇതിന്റെ
ഏത് രീതിയിലാണെന്നുള്ളത് അറിയില്ല, 1.5 കോടി രൂപ അവർക്ക് കിട്ടിയിരുന്നു. അതിൽ നിന്ന് അവർ ഫോട്ടോയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ പുറത്ത് വിട്ടിരുന്നു. മാത്രമല്ല ചില രേഖകളും അവർക്ക് ലഭിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളെല്ലാം തേടുന്നുണ്ട്. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ വിദേശ പ്രവാസികളുടെ കയ്യിൽ നിന്ന് ചിട്ടിത്തുകയുടെ വകയിൽ കുറെ കോടി, ഏകദേശം 593 കോടി രൂപ സമാഹരിച്ചു എന്നുള്ള രീതിയിലും അവർക്ക് ആ ഒരു റെയ്ഡിലൂടെ കണ്ടെത്താൻ സാധിച്ചു. ഇനി അതിൻ്റെയൊക്കെ തുടർ അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഏതായാലും ഒരു എമ്പുരാൻ എഫക്റ്റ് എന്ന് പുറമേ പറയുന്നുണ്ടെങ്കിലും IT വിഭാഗവും ED വിഭാഗവും ഒന്ന് എമ്പുരാൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് നേരത്തെ ഇവരെയൊക്കെ നോട്ടമിട്ടിരുന്നു. ഇനി ഇത്തരത്തിലാണെങ്കിൽ ഇനി പൃഥ്വിരാജിനെ മറ്റുള്ള കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ ആശീർവാദിന്റെ മറ്റുള്ള ഇടപാടുകളിലേക്കും വേണമെങ്കിൽ ചിലപ്പോൾ ഈ EDക്ക് കയ്യേറാൻ സാധിക്കാൻ സാധ്യതയുണ്ട്, ED പോകാൻ സാധ്യതയുണ്ട്. കാരണം പൃഥ്വിരാജിന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ 30 കോടി രൂപയുടെ വീടും അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ചെറുതിൽ നിന്ന് പെട്ടെന്നാണ് അദ്ദേഹം ഒരു ഹൈ ഇതിലോട്ട് പോയത്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സൂചനകൾ എവിടെയെങ്കിലും EDക്ക് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ED അതിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് നിലവിൽ വന്നിരിക്കുന്ന ഇൻകം ടാക്സ് ആദായ നികുതി വകുപ്പിന്റെ രീതിയിലുള്ള ഒരു നോട്ടീസും വിശദീകരണവും തേടലും ഒക്കെയാണ്. പക്ഷെ ED ഇതിനകത്ത് നിലവിൽ ഇടപെട്ടിട്ടില്ല. ഇനി എന്തെങ്കിലും സംശയാസ്പദമായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും EDയുടെ റെയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും എമ്പുരാൻ എഫക്റ്റ് തന്നെ എന്ന് അവർ പറയുന്നില്ലെങ്കിലും പക്ഷെ പുറമേ ഉള്ളവർക്ക് ഒരു എമ്പുരാൻ എഫക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം എമ്പുരാൻ സിനിമ വലിയ വിവാദങ്ങളിലേക്ക് പോയിരുന്നു. രാഷ്ട്രീയ മതവിഭാഗങ്ങളിൽപ്പെട്ട ഒരു വർഗീയതയ്ക്കും ഒക്കെ എമ്പുരാൻ സിനിമ പോയിരുന്നു. അതോടെ ഇവരുടെ കഷ്ടകാലം തുടങ്ങിയോ എന്നുള്ളതും തീർത്തും അറിയില്ല. എന്ത് തന്നെയായാലും എമ്പുരാൻ എഫക്റ്റ് ഈ ഇതിന്റെ നിർമ്മാതാവിനെയും ഡയറക്ടറിനെയും ഒക്കെ ബാധിച്ചിരിക്കുകയാണ്. ഇനി അത് ഏതിലോട്ടൊക്കെ തിരിയും എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഗോകുലം ഗ്രൂപ്പ് വിശദീകരണം നൽകിയിരുന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. ഇതിൽ ഞാൻ വേണ്ടുന്ന തെളിവുകളും കണക്കുകളും ഒക്കെ കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം വെട്ടിലായി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം RBIയുടെ നിയന്ത്രണമല്ലാത്ത അല്ലെങ്കിൽ RBIയുടെ നിയമപ്രകാരമല്ലാത്ത പല ഇടപാടുകളും വിദേശ പ്രവാസികളുടെ കയ്യിൽ നിന്ന് ചിട്ടി ഫണ്ടിലേക്ക് തുകയായും ചെക്കായും കൊണ്ടുവരികയും തിരിച്ച് അവർക്ക് പണം നൽകുകയും ചെയ്തു. അതൊരു RBI നിയന്ത്രണമായിട്ടുള്ള ഒരു നിയമപ്രകാരമല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പൊ തികച്ചും അദ്ദേഹത്തിന്റെ മറ്റുള്ള സ്ഥാപനങ്ങളിലെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് സാധ്യത. ഇപ്പോൾ ആശീർവാദ് സിനിമയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ എടുത്താൽ ഇപ്പോൾ മോഹൻലാലിന് നൽകിയിരുന്ന 2.5 കോടി രൂപ, അപ്പൊ അത് എന്തിനാണ്, അതിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു എമ്പുരാൻ സിനിമയ്ക്ക് ശേഷമുള്ള ഇടപാടല്ല, ഇതിന് മുന്നേ ഉള്ള കാര്യമാണ്. ഇതിനു മുന്നേ അവർ വിശദീകരണം തേടിയിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുന്നേ ഇത് അവരോട് ചോദിച്ചിരുന്നു. അതിന്റെ അഭിപ്രായം വീണ്ടും ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഏതായാലും ലൂസിഫർ, കുഞ്ഞാലി മരിക്കാർ എന്നീ 2 സിനിമകളിലാണ് ആന്റണി പെരുമ്പാവൂരിനെ പൊക്കിയിരിക്കുന്നതെങ്കിൽ പൃഥ്വിരാജിനെ പൊക്കിയിരിക്കുന്നത് കടുവ, ഗോൾഡ്, ജനഗണമന എന്നീ 3 സിനിമകളുടെ കാര്യത്തിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പണം ഇടപാടുകൾ, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പണം ഇടപാടുകൾ ഇപ്പോൾ ഈ ഒരു ആശീർവാദ് സിനിമയും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് മാത്രമല്ല, ഇപ്പോൾ ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷന്റെ കാര്യത്തിലും സംശയമുണ്ട്. അതിന്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചൂണ്ടുന്നില്ല. ഇപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളിൽ ഇരുവരും വ്യക്തത വരുത്തണം, അല്ലെങ്കിൽ വിശദീകരണം നൽകണം. ഈ മാസം അവസാനം പൃഥ്വിരാജിന് ഏപ്രിൽ 29 ഡേറ്റ് വെച്ചിരിക്കുന്നത്. അവസാനത്തോടെ വ്യക്തത വരുത്തണം അല്ലെങ്കിൽ വിശദീകരണം നൽകണം എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്.